നമ്മളെല്ലാവരും 5 വഖത്ത് നിസ്കാരം, ആ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ. അറബിയിൽ ദുആ രക്കുന്നവരുണ്ട്, മലയാളത്തിൽ ദുആ ചെയ്യുന്നവരുണ്ട്. എങ്ങനെ ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം, സുന്നത്താണെങ്കിലും കുഴപ്പമില്ല, പ്രത്യേകിച്ച് ഫർള് നമസ്കാരങ്ങൾക്ക് 5 വഖത്ത് ഫർള് നമസ്കാരത്തിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റിയ ദുആകൾ അതൊന്ന് ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഒരു ചെറിയ ദുആ, നമുക്കറിയാവുന്ന ദുആകളാണ്, വലിയൊരു കടിച്ചാ പൊട്ടാത്ത ദുആ ഒന്നുമല്ല, നമുക്കറിയാവുന്ന ദുആകൾ. അതൊന്ന് ഒരു ഓർഡർ പോലെ ഞാൻ പറഞ്ഞു തരാം. ആ ഒരു രൂപത്തിൽ നമ്മൾ ഫർള് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്താൽ അത് മതി. കാരണം ചോദിക്കേണ്ട എല്ലാ കാര്യവും നമ്മൾ അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ദുആ എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ 5 വഖത്ത് ഫർള് നമസ്കാരത്തിന് ശേഷവും സ്പെഷ്യലായിട്ടുള്ള ചില ദുആകളുണ്ട്. സുബഹിക്ക് ശേഷം, അസർ, മഗ്രിബ്, ഇശ, അതിനൊക്കെ ശേഷം സ്പെഷ്യലായിട്ടുള്ള ചില ദുആകൾ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്പെഷ്യലായിട്ടുള്ള ദുആകൾ ഏതൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഉസ്താദേ, ഓരോ ദിവസവും നിങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കിതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല, ഇത് ഇന്ന് തന്നെ പഠിച്ചെടുക്കണം, നാളെ തന്നെ പഠിച്ചെടുക്കണം, നാളെ തന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നമുക്ക് സമയം പോലെ ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും നമുക്ക് ഫ്രീ ആയ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുക. പിന്നെ ഇതൊക്കെ നമുക്ക് കാണാതെ തന്നെ പറയണമെന്നില്ല, നമുക്ക് നോക്കി പറഞ്ഞാലും മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതായാലും വീഡിയോ കണ്ടു നോക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ദുആകൾ സ്വീകരിക്കുമാറാവട്ടെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് റബ്ബ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ നിസ്കാരങ്ങളും മറ്റ് ഇബാദത്തുകൾ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും 5 വഖത്ത് നിസ്കരിക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്ന ചില ദിക്റുകളുണ്ട് അല്ലേ. നിസ്കാരത്തിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നമ്മൾ സലാം വിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലേ. ആദ്യം 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയും. അത് കഴിഞ്ഞ് പിന്നെ അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം ആ ഒരു ദിക്ർ പറയാറുണ്ട്. പിന്നെ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്നൊക്കെ ഉള്ള അല്ലാഹുമ്മ ലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത, അങ്ങനെ പലരും പല ദിക്റുകളും ഔറാദുകളൊക്കെ പറയാറുണ്ട്. അൽഹംദുലില്ലാഹ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആയത്തുൽ കുർസി ഓതുന്നുണ്ട് അല്ലേ. ആയത്തുൽ കുർസി മറന്നു പോകരുത്. ആയത്തുൽ കുർസി എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും നമ്മൾ പ്രത്യേകമായി ഓതേണ്ടതാണ്. ഈ ആയത്തുൽ കുർസി മറന്നു പോകരുത്. അത് അടുത്ത നിസ്കാരത്തിൻ്റെ സമയം വരെ, ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞത് സുബഹി നിസ്കാരമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ആയത്തുൽ കുർസി ഓതിയാൽ ളുഹർ നിസ്കാരം വരെയുള്ള ആ ടൈമിൽ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരാൻ അത് കാരണമാണ് എന്നൊക്കെ നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. എന്തുമാവട്ടെ, അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും സ്വീകരിക്കട്ടെ. ഇന്നത്തെ സ്പെഷ്യലായി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഉസ്താദേ ഞങ്ങൾ ഈ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യാറുണ്ട്. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട ചില ദുആകളുണ്ട്. അതേതാണ്? ഇപ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അതൊക്കെ 33 പ്രാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് കഴിഞ്ഞ് പിന്നെ അഫ്ളലുദ് ദിക്ർ അല്ലേ, 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇതിപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിൽ മാത്രമല്ല, നമ്മൾ ഒറ്റക്ക് നിസ്കരിച്ചാലും ആണിനും പെണ്ണിനും ഉമ്മമാർക്ക് വീട്ടിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾക്കിത് പറയാൻ പറ്റുന്ന രൂപമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം സലാം വീട്ടി, പിന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞുള്ള ചില ദിക്റുകളൊക്കെ പറഞ്ഞു, പിന്നെ ആയത്തുൽ കുർസി ഓതി, പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, പിന്നെ അത് കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു പറഞ്ഞു. പിന്നെ ഒരു 10 പ്രാവശ്യം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദുആ ചെയ്യുക. എങ്ങനെയാ? അൽഹംദുലില്ലാഹ്. അറബി നമ്മൾ പഠിച്ചു വെക്കുക. എങ്ങനെ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ,
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് ഏത് നിസ്കാരത്തിന് ശേഷവും നമുക്ക് പറയാൻ പറ്റിയ ചുരുങ്ങിയ ദുആ. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചുരുങ്ങിയ ഒരു ദുആയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി ആവർത്തിച്ച് നിങ്ങൾക്ക് കേട്ട് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ദുആയാണിത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ അതറിയാം, റബ്ബനാ ളലംനാ അൻഫുസന അതറിയാം, പിന്നെയോ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന അതറിയാം, പിന്നെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള ദുആ അതറിയാം. അതുപോലെ തന്നെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം ആ ദുആ അറിയാം. പിന്നെയോ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ആ ദുആയൊക്കെ ഇത്രയും ചെയ്താൽ മതി. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട, നമ്മൾ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യലായി പഠിക്കാൻ പോകുന്നത് ഓരോ ഫർള് സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശ ഈ 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും സ്പെഷ്യലായി ചില ദുആകൾ നമ്മൾ പറഞ്ഞാൽ വലിയ നേട്ടമുണ്ട്. മഹത്തുക്കളൊക്കെ ഒരുപാട് മഹാന്മാർ, ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ മുൻഗാമികളൊക്കെ ഈ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ദുആയൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ സുബഹിക്കും ളുഹറിനും അസറിനും മഗ്രിബിനും ഇശായിനൊക്കെ ഈ ഇപ്പോൾ പറയുന്ന ചില ദുആകൾ, ഇനി പറയാൻ പോകുന്ന ചില സ്പെഷ്യൽ ആയിട്ടുള്ള ദുആകൾ അവർ പറയുമായിരുന്നു എന്നാണ്. നമുക്ക് സുബഹി നിസ്കാരം എടുക്കാം. സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ദിക്റും സ്വലാത്തും നമ്മൾ ചെയ്യേണ്ട അദ്കാറുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദുആ ഇറക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ദുആ ഉണ്ടല്ലോ, ആ ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയ സുബഹി നമസ്കാരത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദുആയാണ്. അതേതാണ്, എങ്ങനെയാണത്? اللهم اجعل صباحنا هذا صباحا مباركا وإلى الخير قريبا وعن الشر بعيدا لا خاسئا ولا خاسرا. എങ്ങനെയാണ് ആ ദുആ പറയുന്നത്? اللهم اجعل صباحنا هذا صباحا مباركا وإلى الخير قريبا وعن الشر بعيدا لا خاسئا ولا خاسرا. اللهم إنا نسألك خير الصباح وخير المساء وخير القدر وخير الليل وخير النهار وخير ما جرى به القلم. اللهم اجعل صباحنا هذا صباح الصالحين وألسنتنا ألسنة الذاكرين وقلوبنا قلوب الخاشعين وأبداننا أبدان المطيعين وأعمالنا أعمال المتقين ونبهنا عن نومة الغافلين. اللهم شاركنا في دعاء المؤمنين. اللهم شاركنا في دعاء الصالحين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഇതാണ് സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദുആ. ഉസ്താദേ, ഇത് ഭയങ്കര നീളമുള്ളതാണ്, ഭയങ്കര ലോങ് ആണല്ലോ, ഇത് ഞങ്ങൾക്ക് എങ്ങനെ ദുആ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം മതി. ഇത് നിർബന്ധിച്ച് ദുആ ആരംഭിക്കുന്നതല്ല. ഇതറിയാവുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പക്ഷെ ഇതുപോലെ ഈ ദുആകൾ അറിഞ്ഞാൽ അത് പഠിച്ചെടുത്ത് പറയുന്ന ഉമ്മമാരുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, ഉമ്മമാർക്കും ഉപ്പമാർക്കും അറിയാവുന്നവർക്കും അറിയാത്തവർക്കും നിങ്ങളുടെ ഓർമ്മയിലേക്ക്, നിങ്ങളുടെ ആ മനസ്സിലേക്ക് ഈ ദുആ ഞാനൊന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇത് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ചെയ്താൽ ഒരുപാട് ഗുണമാണ്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ ഒക്കെ ഈ ദുആ പഠിച്ചു വെക്കുക കേട്ടോ. കണ്ടോതിയാലും മതി, കുഴപ്പമില്ല. എന്താ അതിൻ്റെ മൊത്തത്തിലർത്ഥം? അല്ലാഹുവേ പടച്ചവനെ, ഈ കാണുന്ന പ്രഭാതം, ഈ ഒരു പ്രഭാതം അത് ബറക്കത്തിൻ്റെ പ്രഭാതമാക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഷർറിനെ തൊട്ട് ആപത്ത് മുസീബത്തുകൾ വരാതെ ഞങ്ങളെ കാക്കുകയും അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ഖൈറുകൾ ബറക്കത്തുകൾ കിട്ടുന്ന ഒരു പ്രഭാതമാക്കി ഈ പ്രഭാതത്തെ നീ മാറ്റണം അല്ലാഹുവേ. ഈ പ്രഭാതം സ്വാലിഹീങ്ങൾക്ക്, അല്ലെ, സ്വാലിഹീങ്ങളുടെ പ്രഭാതം, സത്യവിശ്വാസികളുടെ പ്രഭാതം, ആ ഒരു പ്രഭാതമാക്കണേ അല്ലാഹുവേ പടച്ചവനെ. ഞങ്ങളുടെ അമലുകൾ, ഞങ്ങൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, ഇതൊക്കെ മുത്തഖീങ്ങളുടെ അമലാക്കി മാറ്റണേ അവരെ പോലെ ആക്കി മാറ്റണേ
ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നീ അശ്രദ്ധയുള്ളവരിൽ പെടുത്തരുത് റഹ്മാനെ. അള്ളാഹുവെ, മുഅ്മിനീങ്ങളായ ആളുകൾ ചെയ്യുന്ന ദുആയുണ്ടല്ലോ, ആ ദുആയിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വാലിഹീങ്ങളായ ആളുകൾ ചെയ്യുന്ന ദുആ, അതിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈമാൻ കൊണ്ട് ഞങ്ങളിൽ നിന്നും മുൻകടന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിൽ ആരെപ്പറ്റിയും ഒരു മോശത്തരവും വിദ്വേഷവും നീ വരുത്തല്ലേ അല്ലാ എന്നൊക്കെയാണ് ഈ ദുആയിന്റെ മൊത്തത്തിൽ അർത്ഥം. അപ്പൊ ഇൻഷാ അല്ലാ ഈ ദുആ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പഠിച്ചാൽ ഖൈറാണ്. ഇത് നോക്കി ഓതിയാലും മതി കേട്ടോ. ഇതാണ് സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദുആ. ഇനി നമ്മൾ ളുഹ്ർ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാ? അല്ലാഹുമ്മ അക്തുബ് ലികുല്ലി വാഹിദിൻ മിന്നാ ബറാഅതൻ മിനൻ നാരി വഅമാനൻ മിനൽ അദാബി വഖലാസൻ മിനൽ ഹിസാബ് വജവാസൻ അലസ് സിറാത്തി വനസീബൻ മിനൽ ജന്നതി വൽഫൗസ ബിൽ ജന്ന വന്നജാത മിനൻ നാർ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നരകത്തിൽ നിന്നുള്ള മോചനം തരണേ അല്ലാ. നരകശിക്ഷയിൽ നിന്നും വിചാരണയിൽ നിന്നും അല്ലാഹുവേ മോചനം തരണേ അല്ലാ. പടച്ചവനെ, സിറാത്ത് പാലം നീ കടത്തി തരണേ അല്ലാ. പടച്ചവനെ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നീ തരണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ. ഇതാണ് നമ്മൾ ളുഹ്ർ നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദുആ. ഇനി അസർ നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക സലാമത്തൻ ഫിദ്ദീനി വആഫിയത്തൻ ഫിൽ ജസദി വസിയാദത്തൻ ഫിൽ ഇൽമി വബറകതൻ ഫിൽ റിസ്ഖി വസിഹ്ഹത്തൻ ഫിൽ ജിസ്മി ഇലാഹി തൗബത്തൻ ഖബ്ലൽ മൗത്ത് വറാഹത്തൻ ഇൻദൽ മൗത്ത് വമഗ്ഫിറത്തൻ ബഅദൽ മൗത്ത് യാ സാമിഅ കുല്ലി സൗത്തിൻ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത് അല്ലാഹുമ്മ അർഹം അലൈനാ ബിൽ ഈമാനി ഇൻദൽ മൗത്ത് റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ദീനിന്റെ രക്ഷ. ദീനിന് നീ രക്ഷ തരണം, ശരീരത്തിന് സുഖം തരണം, റാഹത്ത് തരണം, ഭക്ഷണത്തിൽ വിശാലത തരണം, ശാരീരികമായ മാനസികമായ ആരോഗ്യം തരണം. അല്ലാഹുവേ, മരണത്തിന് മുമ്പ് എനിക്ക് നീ പശ്ചാത്തപിക്കാൻ തൗബ ചെയ്യാനുള്ള അവസരം തരണം. അല്ലാഹുവേ, മരണത്തിന്റെ സമയത്ത് നീ എനിക്ക് മാപ്പ് തരണം. സകല ശബ്ദങ്ങളും ശ്രവിക്കുന്നവനെ അല്ലാഹുവേ, മരണത്തിന്റെ വേളയിൽ റഹ്മാനെ നീ ഈമാൻ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളുണ്ട്, ഞങ്ങളുടെ മുൻഗാമികൾ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആരെപ്പറ്റി ഞങ്ങളുടെ മനസ്സിൽ വിദ്വേഷവും നീ തരല്ലേ അല്ലാ എന്നാണ് അസർ നമസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദുആയിന്റെ അർത്ഥം. ഇനി മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ആയ ദുആയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹുമ്മ ലാ തഖ്തുൽനി ബിഗളബിക വലാ തുഹ്ലിക്നി ബിഅദാബിക വആഫിനി ഖബ്ല ദാലിക് اللهم لا تؤاخذني بسوء أعمالي ولا تسلط علي من لا يرحمني وكف أيدي الكافرين والمنافقين والظالمين عني يا خفي الألطاف نجني مما أخاف اللهم يا غني يا حميد يا مبدئ يا معيد يا رحيم يا ودود أعني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇതാണ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദുആ. എന്താ അതിന്റെ ഏകദേശ അർത്ഥം വരുന്നത്? അല്ലാഹുവേ പടച്ചവനെ, നിന്റെ കോപം കൊണ്ട് നീ എന്നെ നശിപ്പിക്കരുത് അല്ലാ. അല്ലേ, വല്ലാത്തൊരു വാക്കാണത്. പടച്ചവനെ, നിന്റെ കോപം കൊണ്ട് നീ എന്നെ നശിപ്പിക്കല്ലേ അല്ലാ. നിന്റെ ശിക്ഷ കൊണ്ട് എന്നെ നീ നാമാവശേഷമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് നീ നരകമോചനം തരണേ അല്ലാ. പടച്ചവനെ, അക്രമ നിമിത്തം നീ എന്നെ ആഖിറത്തിൽ പിടിച്ചു നിർത്തരുത് അല്ലാ. അല്ലാഹുവേ, എന്നെ സ്നേഹിക്കാത്തവരെ എൻ്റെ മേൽ നീ അധികാരമാക്കരുതേ അല്ലാ. അല്ലാഹുവേ രക്ഷിതാവേ പടച്ചവനെ, അക്രമികളും അവിശ്വാസികളും സന്മാർഗ നിഷേധികളുമായ വ്യക്തികളുടെ കയ്യിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിരാശ്രയനായ അല്ലാ, സ്തുതിക്ക് അർഹനായ അല്ലാ, കരുണ
കരുണയുള്ള അല്ലാ, കൃപയുള്ള അല്ലാ. അല്ലാഹുവേ, എൻ്റെ നന്ദികേട്, എൻ്റെ അനുസരണക്കേട് അതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിടിച്ച് നീ എന്നെ ശിക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഇഹപര വിജയം തരണേ അല്ലാ, ഇഹപര മോക്ഷം തരണേ അല്ലാ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്നൊക്കെയാണ് ഇതിൻ്റെ ഏകദേശ അർത്ഥം. ഇതാണ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യലായിട്ടുള്ള ദുആ. ഇനി നമ്മൾ പറയുന്നത് ഇശാ നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യലായിട്ടുള്ള ദുആയാണ്. എങ്ങനെയാ? അല്ലാഹുമ്മ ഹ്ഫദ്നാ ഫീ ളുൽമത്തിൽ ലൈലി കമാ ഹഫിൽതനാ ഫീ ളൗഇൻ നഹാർ വസ്രിഫ് അന്നാ ബലാഅൽ ലൈലി കമാ സ്വറഫ്ത അന്നാ ബലാഅൻ നഹാർ വഹ്ശുർനാ മഅൽ അബ്റാർ വജ്അൽ മുൻഖലബനാ ഇലാ ദാരിൽ ഖറാർ വനജ്ജിനാ മിനൻ നാർ ബിഹഖ്ഖിൻ നബിയിൽ മുഖ്താർ വഅഫു അന്നാ യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇതാണ് ഇശാ നിസ്കാരത്തിന് ശേഷമുള്ള സ്പെഷ്യലായിട്ടുള്ള ദുആ. അല്ലാഹുവേ, പകൽ വെളിച്ചത്തിൽ ഞങ്ങളെ നീ കാത്തു, അല്ലേ? ഈ രാത്രിയിൽ ഈ ഇരുട്ടിൻ്റെ എല്ലാ വിധത്തിലുള്ള വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങളെ സന്മാർഗികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമതി കൊണ്ടും നബി തങ്ങളുടെ യോഗ്യത കൊണ്ടും ഞങ്ങൾ ചോദിക്കുകയാണ് അല്ലാ, രാത്രിയുടെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പകലിൽ നീ തന്നിട്ടുള്ള ആ രക്ഷ, പകലിൽ നീ തന്നിട്ടുള്ള രക്ഷ പോലെ രാത്രിയിലും നീ ഞങ്ങൾക്ക് രക്ഷ തരണേ അല്ലാ. പടച്ചവനെ, അത്യന്തം പൊറുക്കുന്നവനായ അല്ലാ, പാപികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ എന്നൊക്കെയാണ് ഈ ഒരു ദുആയിൻ്റെയും അർത്ഥം. നമ്മൾ ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള ചെറിയ രൂപത്തിലുള്ള ദുആ പഠിച്ചു. അത് നമുക്കറിയാം, അത് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും സ്പെഷ്യലായിട്ടുള്ള ദുആകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത് പഠിക്കണം നിർബന്ധമാണ് എന്നൊന്നും പറയുന്നില്ല. ഇതൊക്കെ മഹത്തുക്കൾ, ഒരുപാട് മഹത്തുക്കൾ കാലങ്ങളായി തലമുറയായി സ്വഹാബിമാർ മുതൽ ഇങ്ങനെ ഓതി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പഠിച്ചു വെച്ചാൽ വലിയ ഖൈറാണ്. കാരണം അവരൊക്കെ വെറുതെ ഈ ഒരു ദുആയൊന്നും ചെയ്യൂലല്ലോ. അപ്പോൾ ഓരോ സമയത്തും എന്താണോ ചോദിക്കേണ്ടത് അതൊക്കെ ചോദിച്ചിട്ടുള്ള ദുആയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിത് ഒറ്റ പ്രാവശ്യമേ ഇവിടെ പറഞ്ഞിട്ടുള്ള, സമയം ദീർഘിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. ഇനി അറിയില്ലെങ്കിൽ ഇത് ഇൻഷാ അല്ലാഹ് നോക്കി പഠിക്കുക. എന്നിട്ട് ഇത് നോക്കി നമുക്ക് ഓതിയാലും മതി, അല്ലെങ്കിൽ കാണാതെ പഠിച്ചാൽ അത്രയും ഖൈറാണ്. നമ്മുടെ മക്കളെ കൊണ്ടും ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ദുആകളെയെല്ലാം അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാം ഖബൂലിയത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഉസ്താദെ ഒരുപാട് വിഷമമാണ്, സങ്കടമാണ്, ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളൊക്കെ ദ്വാരക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും സലാമത്തും ബർക്കത്തും ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ശർറ്, ബല, മുസീബത്ത്, ആപത്ത്, സിഹർ, കണ്ണേറിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.